അസ്സലാമലൈക്കും. സജന ഹക്കിം വ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി നാടൻ രീതിയിലുള്ള നമ്മുടെ രസം. നാടൻ വീട്ടമ്മയുടെ നാടൻ രീതിയിൽ കേരള സ്റ്റൈല് രസം വയ്ക്കുന്നുണ്ട് കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളാട്ടോ, രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാട്ടോ കൂട്ടുകാരെ. അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. രാവിലെ തന്നെ ചായയൊക്കെ അങ്ങോട്ട് കുടിച്ചിങ്ങായിട്ട് ഒരു ഉഷാറോട് കൂടി തന്നെ നമുക്ക് കുഞ്ഞടുക്കളയിലെ വിഭവങ്ങളൊക്കെ അങ്ങോട്ട് ഒരുക്കാം എന്ന് കരുതിയിട്ടോ. എന്താണെന്നറിയോ, പ്രഷറും ഷുഗറും നേരം വെളുക്കുമ്പോൾ തന്നെ എനിക്ക് അങ്ങോട്ട് ലോ ആയി പോട്ടോ, വളരെയധികം കുറഞ്ഞു പോട്ടോ. അപ്പോൾ വേഗം തന്നെ കുറച്ച് മധുരമൊക്കെ ആഡ് ചെയ്തങ്ങായിട്ട് ഒരു കട്ടൻ കാപ്പി കുടിച്ചിട്ട് വേഗം തന്നെ പിള്ളേർക്കുള്ള ഫുഡ് തയ്യാറാക്കാം എന്ന് ഞാൻ കരുതിയിട്ടോ. അങ്ങനെ ചായയൊക്കെ കുടിച്ചു. പിള്ളേർക്ക് ഞാൻ ആട്ടുംപാലാട്ടോ ചായ വെച്ച് കൊടുക്കാറ്. ആദ്യം പാല് കുടിക്കാൻ കൊടുക്കാറുണ്ട് കേട്ടോ കാച്ചിങ്ങായിട്ട്. ഇപ്പോൾ പാല് കുടിക്കാനായിട്ട് പിള്ളേർക്ക് ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ ഞാൻ കരുതി ആട്ടുംപാലിൽ പിള്ളേർക്ക് ചായ വെച്ച് കൊടുക്കാമെന്ന് കേട്ടോ. പിന്നെ നമ്മുടെ ഇഡ്ഡലിയും അതേപോലെ തന്നെ ചട്നി ആട്ടോ റെഡിയാക്കി എടുക്കുന്നത്. നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലി ആട്ടോ റെഡിയാക്കി എടുക്കുന്നത്. ഇഡ്ഡലി മാവിൻ്റെ റെസിപ്പി കാണാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ, എൻ്റെ കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനലിൽ ഒന്ന് കയറി ഒന്ന് കണ്ടാൽ മാത്രം മതി കേട്ടോ. അപ്പം നിങ്ങൾക്ക് നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലി റെഡിയാക്കി കിട്ടും. നല്ല സോഫ്റ്റായ രീതിയിൽ തന്നെ നമുക്ക് ഇഡ്ഡലി റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ചാനലിൽ ഒന്ന് കയറി അതേപോലെ മാവൊക്കെ ഉണ്ടാക്കി അങ്ങനെ നമ്മുടെ തട്ടിലേക്ക് നമ്മുടെ മാവ് അങ്ങോട്ട് വീത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലിയാണ് റെഡിയാക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞതുപോലെ മാവിൻ്റെ റെസിപ്പി ഒന്ന് പോയി കാണണം. എന്നിട്ട് ഇതേപോലെ ഒന്ന് സെറ്റാക്കിയ ശേഷം വേവിച്ച് നോക്കൂ. അടിപൊളി നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലി റെഡിയായി കിട്ടും കൂട്ടുകാരെ. തീർച്ചയായും 100% റിസൾട്ട് നൽകുന്ന ഇഡ്ഡലി മാവിൻ്റെ റെസിപ്പി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് പോയി കണ്ട് ഇതേപോലെ ഒന്ന് റെഡിയാക്കി നോക്കൂ കേട്ടോ. തീർച്ചയായും നിങ്ങൾക്ക് നല്ല സോഫ്റ്റായ രീതിയിലുള്ള പഞ്ഞി പോലത്തെ ഇഡ്ഡലി റെഡിയാക്കി കിട്ടും. അപ്പോൾ നമുക്ക് ചട്നി റെഡിയാക്കാനായിട്ട് തേങ്ങാക്കൂട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്കത് മിക്സി ജാറിലിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ നമ്മുടെ അരച്ചെടുത്ത് കൊണ്ടുവരുന്നിടയിൽ നമ്മുടെ ഇഡ്ഡലി വേവിക്കാനായിട്ട് വെച്ച് കൊടുത്തില്ലേ, അപ്പോൾ നമ്മുടെ പഞ്ഞി പോലത്തെ ഇഡ്ഡലി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ചൂടാറാനായിട്ട് വെക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ചട്നി തോളിക്കണ്ടേ, പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായപ്പോൾ കടുകും കറിവേപ്പിലയും ഇട്ട് നമ്മുടെ ചട്നി തോളിച്ചെടുത്തു കേട്ടോ. പാകത്തിന് ഉപ്പൊക്കെ ചേർത്തു. എന്നിട്ട് നേരിയ തോതിലൊന്ന് തിളയ്ക്കുമ്പോൾ ഒന്ന് തീ അങ്ങോട്ട് ഓഫ് ചെയ്യണം കേട്ടോ. അപ്പോൾ വളരെ രുചികരമായ നമ്മുടെ ചട്നി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പാത്തൂസിനെ ഒരുക്കാനുണ്ട്. അപ്പം നല്ല സോഫ്റ്റായ രീതിയിലുള്ള നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലി കാണണ്ടേ, കണ്ടോളൂ. അടിപൊളി സോഫ്റ്റായ രീതിയിലുള്ള നമ്മുടെ ഇഡ്ഡലി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഇഡ്ഡലിയും നമ്മുടെ ചട്നി അങ്ങോട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങോട്ട് റെഡിയായി. അങ്ങനെ പാത്തൂസ് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചായ വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യം തന്നെ അങ്ങോട്ട് ഇഡ്ഡലി കൊടുക്കും കേട്ടോ. ചായ അങ്ങോട്ട് ചെന്നാൽ പിന്നെ ഫുഡ് കഴിക്കില്ല കേട്ടോ. അങ്ങനെയുള്ള പരിപാടി ഉണ്ട് കേട്ടോ നമ്മുടെ പാത്തൂസിന്. അങ്ങനെ നമ്മുടെ ഇഡ്ഡലിയൊക്കെ കൊടുത്തു, ചായയൊക്കെ അങ്ങോട്ട് കുടിച്ചു. അങ്ങനെ സ്കൂളിലേക്ക് കൊണ്ടാക്കി കൊടുത്തു കേട്ടോ. അങ്ങനെ വന്നിട്ട് അരിയൊക്കെ തീമിട്ടുണ്ടായിരുന്നു. പിന്നെ മുതിര വേവിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ രസത്തിനുള്ള കൂട്ടുകളൊക്കെ അങ്ങോട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് ആദ്യം തന്നെ അങ്ങോട്ട് നമ്മുടെ പപ്പടം കാച്ചണ്ടേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പപ്പടം അങ്ങോട്ട് കാച്ചാം. അതിന് ശേഷം നമുക്ക് രസം വെക്കാം കേട്ടോ. നാടൻ രീതിയിലുള്ള നാടൻ വീട്ടമ്മയുടെ രസം അടിപൊളിയാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ തൊട്ട് മുന്നേ ഇതേപോലെ രസത്തിൻ്റെ റെസിപ്പിയുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ചാനലൊന്ന് കയറി കണ്ടാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതാ കടുകൊക്കെ പൊട്ടിച്ചു. അങ്ങനെ വറ്റമുളക് ഇട്ട് പെട്ടെന്ന് അങ്ങോട്ട് ഇളക്കി സെറ്റാക്കി എടുക്കണം. അതിനുശേഷം ചെറുള്ളി ചതച്ചതും ഇഞ്ചി ചതച്ചതും അതേപോലെ തന്നെ വെളുത്തുള്ളി പേസ്റ്റും അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് നല്ലപോലെ അങ്ങോട്ട് വഴറ്റിയെടുക്കണം. അതിനുശേഷം തക്കാളിക്കുട്ടനെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം. എന്നിട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതാ നമ്മുടെ പുളിവെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം പാകത്തിനുള്ള പുളിയൊക്കെ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മുടെ 3 കപ്പ് വെള്ളം അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തു. പിന്നെ കായും പാകത്തിന് കേട്ടോ. എന്നിട്ട് പാകത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തതാ മൂടി വയ്ക്കുന്നുണ്ട് കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെക്കണം. എന്നിട്ട് ഒന്ന് തിളയ്ക്കുമ്പോൾ എന്ത് ചെയ്യണം, തിളയ്ക്കുമ്പോൾ തീ നല്ലതുപോലെ കുറച്ച് വെക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് മുതിര ഉപ്പേരി വെക്കണ്ടേ, മുതിര വെന്തുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മുതിരപ്പേരി വെക്കാനായിട്ട് നമ്മുടെ ചെറുള്ളിയും അതുപോലെ തന്നെ കറിവേപ്പില ഇട്ട് നല്ലപോലെ അങ്ങോട്ട് മൂപ്പിച്ചെടുത്ത ശേഷം നമ്മുടെ മുതിര അങ്ങോട്ട് തട്ടിക്കൊടുത്തു. അങ്ങനെ നമ്മുടെ രസം നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. തീയൊക്കെ അങ്ങോട്ട് കുറച്ച് വെച്ചിട്ടോ. അപ്പോൾ മുതിരപ്പേരി സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാടൻ രീതിയിലുള്ള നാടൻ വീട്ടമ്മയുടെ നാടൻ രീതിയിൽ നമ്മുടെ രസം റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറയുമ്പോൾ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ, പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞു പോവാൻ കേട്ടോ. അപ്പോൾ നാടൻ രീതിയിലുള്ള നാടൻ വീട്ടമ്മയുടെ രസം ഇഷ്ടപ്പെട്ടോ? എല്ലാ കൂട്ടുകാരും ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റിയായ നമ്മുടെ രസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. സ്കൂളിലേക്ക് പോയിട്ടില്ല കേട്ടോ. അവന് നല്ല കഫം കെട്ടും ചുമയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിന്ന് പറഞ്ഞേച്ചില്ല. അപ്പോൾ ചെറിയ ആൾക്ക് മൂത്ത ആൾ സ്കൂളിലേക്ക് പോവാത്തത് കൊണ്ട് പോവാനായിട്ടൊരു മടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മെല്ലെ മെല്ലെ സോപ്പിട്ടുങ്ങായിട്ട് സ്കൂളിലേക്ക് പറഞ്ഞയച്ചതാട്ടോ. അപ്പോൾ നല്ല മഴ കേട്ടോ. നമ്മുടെ ഉച്ചക്കത്തെ നമ്മുടെ ലഞ്ച് അങ്ങോട്ട് കഴിക്കുന്ന സമയത്ത് നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ലഞ്ചൊക്കെ കഴിച്ചു. അങ്ങനെ നമ്മുടെ മഴയൊക്കെ കണ്ട് കുറച്ച് നേരം അങ്ങോട്ട് മുമ്പാകത്ത് അങ്ങോട്ട് കുത്തിയിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടോ? ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം? ഇഷ്ടപ്പെട്ട കൂട്ടുകാരുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും മാക്സിമം എല്ലാ കൂട്ടുകാരും ഒന്ന് ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വളരെ ടേസ്റ്റിയായ വിഭവങ്ങളൊക്കെ കേട്ടോ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വരാറ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം എല്ലാ കൂട്ടുകാരും ഒന്ന് ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഈ ചാനലൊന്ന് ഉഷാറാക്കി തരണേ. എല്ലാ കൂട്ടുകാരും തീർച്ചയായും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ എൻ്റെ കൂട്ടുകാരെ. അതേക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനായിട്ട് ആരും മറന്നു പോരുത് കേട്ടോ. കൂടാതെ ലൈക്ക് അടിച്ചൊന്ന് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ എന്തെങ്കിലും ഷെയർ ചെയ്യണം കേട്ടോ. ബൈ.